CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യം കൊല്ലത്ത് മയ്യനാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് CPM നേതാവ് MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുക സമ്മേളനം. ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ വിഭാഗീയത കൊടികൊത്തിയിരുന്നതിനിടെയാണ് ജില്ലാ സമ്മേളന കാലം വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നത് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യം കൊല്ലത്ത് നടക്കുന്നു. അതിനുശേഷം അവിടെ സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങേണ്ടതുണ്ട് കൊല്ലത്ത്. കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിൽ മന്ത്രിമാരെ അല്പസമയത്തിനകം കാണും. കേരളം കൂടുതൽ വിഹിതം ആവശ്യപ്പെടും. കേന്ദ്രത്തിൽ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കേരളം. പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്ന് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഇന്നിപ്പോൾ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ അംഗങ്ങളുമായി കോവളത്ത് കൂടിക്കാഴ്ച നടത്തി. പാത്രിയാർക്കിസ് ബാവ ഇന്ന് മടങ്ങുകയാണ്. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹത്തിന്റെ മടക്കം. സിറിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ അദ്ദേഹം മടങ്ങുന്നത്. ഈ മാസം 17 മടങ്ങും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും ഇന്നലെയൊക്കെ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തപ്പോഴും ഈ പള്ളിത്തർക്കത്തെക്കുറിച്ച് വളരെയധികം വാചാലനായിരുന്നു. അത് കോടതി കയറ്റരുത്, അതിനു മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പാത്രിയാർക്കിസ് ബാവ പറഞ്ഞത്. അദ്ദേഹം എന്തായാലും ഇന്ന് 9 മണിയോടെ ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 31 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. UDF-നും LDF-നും നിർണായകമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃപ്പലങ്ങോട് 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാടായി കോളേജിലെ നിയമനത്തിൽ രാഘവൻ MP-ക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് KPCC നിലപാട് അതിൽ വന്നേക്കും. കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്നാണ് അറിയുന്നത്. മൻസൂർ ആശുപത്രിക്കെതിരായ പ്രതിഷേധം ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഹോസ്ദുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടക്കും. പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ഇന്ന് നടക്കുക. അതിനിടെ പുറത്തുവരുന്നൊരു വിവരം, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് പറയുന്നു. റിയാസ് അബൂബക്കറിന്റെ അപ്പീലിൽ വിധി ഇന്നാണ്. ഹൈക്കോടതി ഇന്ന് വിധി പറയും. ചാവേർ ബോംബ് ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് റിയാസ് 2018-ലാണ് അറസ്റ്റിലായത്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ പ്രതികളെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദുർമന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിയെടുത്തത് 596 പവൻ സ്വർണമാണ്. വഞ്ചൂരിലെ CPM ഏരിയ സമ്മേളനം കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. സംസ്ഥാന സെക്രട്ടറിയും എതിർകക്ഷിയാണ്. ശബരിമലയിൽ നടൻ ദിലീപിന് VIP ദർശനം നൽകിയ വിഷയത്തിൽ കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. സോപാനത്തിന് മുന്നിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനെ ഇന്ന് തെരഞ്ഞെടുക്കും. പുനഃസംഘടിക്കപ്പെട്ട സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നാണ് ചെയർമാനെ തെരഞ്ഞെടുക്കുക. രാവിലെ 11:30 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേരുന്ന യോഗത്തിൽ ഹജ്ജ് മന്ത്രി V അബ്ദുറഹ്മാൻ പങ്കെടുക്കും. അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് കഴിഞ്ഞ മാസം സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അദാനി സൊറോസ് വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. കോൺഗ്രസ് അദാനി വിഷയം ഉന്നയിക്കുമ്പോൾ മറുപടിയായാണ് BJP സൊറോസ് വിഷയം ഉന്നയിക്കുന്നത്. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സൊറോസുമായി ഒത്തുകളിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. ബഹളത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നലെ നിർത്തിവച്ചിരുന്നു. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. AITUCയുടെ മേഖലാ ജാഥകൾക്ക് ഇന്ന് തുടക്കമാണ്. തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും വൈസ് ക്യാപ്റ്റൻ CP മുരളിയുമാണ്. കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുകയാണ്.